അല്ലാഹുവിനോട് പറയും, പടച്ചവനെ ഞാൻ പ്രയാസത്തിലാണ്, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, എനിക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണം. സമ്പത്തില്ല, പക്ഷേ പലിശക്ക് വാങ്ങാനാവില്ല. സമ്പത്തില്ല, പക്ഷേ പണയപ്പെടുത്തി, സ്വർണം പണയപ്പെടുത്തി, ലാൻഡ് പണയപ്പെടുത്തി, മോർഗേജ് കൊടുത്തിട്ട് പലിശ വാങ്ങാൻ ഞാനില്ല റബ്ബേ, അത് നിനക്ക് ഇഷ്ടമല്ല. എത്ര പെണ്ണുങ്ങൾക്കറിയാം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന്, എത്ര ആണുങ്ങൾക്കറിയാമെന്ന്. വേഗം ആ 2 പവന്റെ വളയങ്ങ് വെച്ചാ പോരെ, ഒരു 50,000 കിട്ടാൻ വല്ല പണിയുണ്ടോ? അല്ലേ? സുബ്ഹാനല്ലാഹ്. പച്ച പലിശയല്ലേ നമ്മളാ കൊടുക്കുന്നത്. ഹലാല് കൊണ്ടൊരു പരിഹാരം അവിടെ ഉണ്ടായിരിക്കെ എങ്ങനെയെങ്കിലും കടമായിട്ട് വാങ്ങിച്ച് കടമായി തിരിച്ചു കൊടുക്കാൻ സന്മനസ്സുള്ള ഒരു മനുഷ്യൻ ഭൂമി ലോകത്തില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എല്ലാ നിലക്കും കുടുങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റിയൊരു കാരണമുണ്ട്, എങ്കിൽ മാത്രമേ ഒരു ഹറാം അള്ളാഹു അനുവദിക്കുള്ളൂ. അങ്ങനെയാണ്. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പോയി പണയം വെക്കുക, എന്നിട്ട് പലിശയുടെ പൈസ കൊണ്ടുവന്ന് തിന്നുക. വാഹനം പണയത്തിലാണ്, വീട് പണയത്തിലാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നത് പണയത്തിലാണ്, ഫ്രിഡ്ജ് വാങ്ങിയത് തവണ വ്യവസ്ഥയിൽ പലിശക്കാണ്. അങ്ങനെയാണ്. 10,000 ഫ്രിഡ്ജ് തവണ വ്യവസ്ഥയിൽ 12,000 കൊടുക്കുക. 6 മാസം കൊണ്ട് തന്നാൽ മതി, അത് പലിശയാണ്. സമയം വെച്ചിട്ട് ഏറെ ചോദിക്കുന്നത് പലിശയാണ്. ആകെ പലിശ. പിന്നെ എങ്ങനെ അള്ളാന്റെ ബറക്കത്തുണ്ടാവുക വീട്ടില്? എങ്ങനെ നമ്മുടെ മക്കള് സ്വാലിഹീങ്ങളാവുക? എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം തരും? എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ആദ്യം ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. കുലൂ മിനത് ത്വയ്യിബാത്ത്. ഇത് നിർത്താതെ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുക സാധ്യമല്ല. പലിശയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. നമ്മളാണ് ബെസ്റ്റ് കസ്റ്റമേഴ്സ്. ബാങ്കുകാർക്ക് ക്രെഡിറ്റ് കാർഡിന്റെ വക വേറെ. തങ്ങൾ പറഞ്ഞു, എന്തിനാളിലേക്ക് വരുമ്പോ പലിശ വേണ്ടെന്ന് പറയുന്ന ആളിന് പോലും പലിശയുടെ ഒരു ഗുബാർ, അതിന്റെ ഒരു പൊടിയെങ്കിലും ഉണ്ടായിരിക്കും അവന്റെ ദേഹത്ത്. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ കാശുകളാണ്, ഒരു നിർവാഹമല്ല. ഡെബിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ക്രെഡിറ്റ് തന്നെ വേണമെന്ന് പറയുന്നു. ചില സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. ചില ബോർഡർ കടക്കുമ്പോൾ, ചില എമിഗ്രേഷൻ ബോർഡറുകളിൽ പേയ്മെന്റ് വരുമ്പോൾ അവര് കാർഡാ ചോദിക്കാതെ ക്രെഡിറ്റ് തന്നെ വേണമെന്ന് പറയും. ചിലപ്പോൾ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഉബാർ, അത് മജ്ബൂറാണ്. പക്ഷേ നമ്മളെ നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കാണരുത്. ഇത് നിസ്സാരം, ഇത് അള്ളാഹുവിനോടുള്ള യുദ്ധമാണ്. അള്ളാഹു ഈ ലോകത്ത് പാടില്ലെന്ന് പറഞ്ഞ പലിശ സംവിധാനം നമ്മൾ പരിപോഷിപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കുക. നമ്മളുടെ വകയായിട്ട് ബാങ്കുകളൊക്കെ എന്ത് ചെയ്യാം? ഉഷാറായിട്ട് തളിർത്തു. ഇതിനിപ്പോ ബാങ്കുകാർക്കോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ സ്വതന്ത്രവാദികളോ ആയ ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരും. അതെനിക്ക് വിഷയമല്ല. ഞാൻ മുഅ്മിനീങ്ങളോടാ പറയുന്നത്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് നമുക്കത് പറ്റില്ല, നമുക്കത് പാടില്ലാത്തതാണ്.